നിനക്കെന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇന്ന്? ഏയ് ഇല്ല. ഐ വിസ് ജസ്റ്റ് യാ ഷീസ് ഫൈൻ. ഇതിപ്പോൾ കുറച്ചായല്ലോ കണ്ടിട്ട്. തിരക്കാടോ. കഴിഞ്ഞ വീക്കിൽ ഇവയിലായിരുന്നു ഒരു പ്രൊഡക്റ്റ് ലോഞ്ച്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആക്ച്വലി ഞാൻ കണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു. നമുക്ക് പീറ്ററിനെയും പൈസയും വിളിക്കണ്ടേ? വേണ്ട, അതിപ്പോൾ വേണ്ട. മഹി, ആക്ച്വലി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. ഞാൻ ഈ ബിസി ലൈഫിൽ നിന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചു. ഒരു ചേഞ്ച്. പിന്നെ പഴയതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം. ദാറ്റ്സ് ഫൈൻ. ബട്ട് ഐ നീഡ് യുവർ ഹെൽപ്പ്. ഓ ഷുവർ. അതിനെന്താ, എന്താ പ്ലാൻ? നമ്മളൊരു ഷോർട്ട് മൂവി ചെയ്യും. കൊള്ളാലോ. കഥ സംവിധാനം ഈ ജോയ്. സംഭവങ്ങളാ. അത് നിന്നോട് കഥ പറഞ്ഞിട്ടാവാം ഈ പൈസയോട് പീറ്ററോട് എന്ന് കരുതി. നിനക്കാണെങ്കിൽ ഈ ആക്ടിങ്ങിലൊക്കെ ഒരു താല്പര്യമുണ്ടല്ലോ. അതെ അതെ. പിന്നെ ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരും അതിൽ അഭിനയിക്കുന്നവരും നമ്മളൊക്കെ തന്നെ. നീയാണ് ഹീറോ. ഇതൊക്കെ നടക്കുമോ? നടത്താനല്ല ഈ ഞാൻ. കഥ തുടങ്ങുന്നത് അമേരിക്കയിൽ നിന്നും 1.5 വർഷത്തിനു ശേഷം തിരിച്ചു വരുന്ന പീറ്റർ മഹിയുടെ മകൾ അഞ്ജലിയുടെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക്. ഒന്നര വർഷം പോയതറിഞ്ഞില്ല. പിന്നെ എങ്ങനെ ബാച്ചലർ ലൈഫൊക്കെ? ബാച്ചിലർ ലൈഫ് എന്നൊക്കെ പറഞ്ഞാലേ ഈ കടലിലെ ചുഴി പോലെ അളവില്ലാത്ത രീതിയിൽ. അതുപോട്ടെ, എങ്ങനെയുണ്ട് അമേരിക്ക? നിനക്ക് ഇഷ്ടമായോ? ഓ എവിടെ, അതെന്ത് പറ്റി? മേഴ്സിൻ കുട്ടികൾക്ക് യൂസ്ഡായി. ഞാനിപ്പോഴും മഹി അവനാകെ മാറിപ്പോയില്ല ഫൈസി. എയർപോർട്ട് വരെ മേഴ്സിയും കൂടി ഉണ്ടായിരുന്നു. അവിടെ വരെ അവൾ മഹിയും ദിവ്യയും കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ആ ഫൈസി, എന്താ ശരിക്കും സംഭവിച്ചത്? ഹായ് മോളു. എന്നത്തെ പോലെ തന്നെയല്ലേ? ഇതൊക്കെ ഒന്ന് ഒരുങ്ങി വരണ്ടേ? ചുമ്മാതാ മഹി, ബ്ലോക്കായിരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല ജോഡികളെന്ന് നമ്മൾ പറഞ്ഞവർക്കിടയിൽ എന്താ ശരിക്കും ഉണ്ടായത്? അന്ന് പറഞ്ഞതിലും കൂടുതലായിട്ട് എന്താ നിനക്ക് അറിയാനുള്ളത്? എന്താ ഞാൻ പറയാനുള്ളത്? ദിവ്യ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. നിനക്കറിയാലോ ദിവ്യയും മഹിയും തമ്മിലുള്ള ബന്ധം. ഇത് പുറത്താരും അറിയാൻ പാടില്ലെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഹലോ, പറയടാ, പറയേ. അല്ല ആ ലെഫ്റ്റ് പിടിച്ച് വന്നാൽ മതി. ഓക്കെ, വേഗം വാ, വേഗം. ഓക്കെ. എന്നിട്ട് അങ്ങോട്ടിരിക്കും. മേജർ ഡിപ്രസീവ് ഡിസോർഡർ, വിഷാദ രോഗത്തിൻ്റെ അവസാന ഘട്ടം. അവൾ സ്വയം അവസാനിപ്പിച്ചു.
നീ അത് വിട്ടുകളാ. ഈ ഷുഗർ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. മധുരം കണ്ട അപ്പം വേണം. നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഏയ് ഇപ്പം വേണ്ട. എന്നാൽ ഞാൻ അടുത്ത് വരാം. മഹി, ആരും ഒന്നും അറിയില്ല. നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഒന്നും. മഹിയും ഫൈസിയും നടന്നതിനെ മറച്ചു വെക്കുകയായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഹാപ്പി ഹോം. വിട. Joy, please stop. Just stop yaar. What? ഇത്തരം കഥാപാത്രങ്ങളാണോ എൻ്റെ ഭാര്യയെ കൊണ്ട് താൻ ചെയ്യിപ്പിക്കാൻ പോണത്? അതും തൻ്റെ കൂടെ. Chill, yaar. It's just a movie. എന്തായാലും Relax. ഇത് റിയലൊന്നും അല്ലല്ലോ നിനക്കത്ര ഫീൽ ചെയ്യാൻ. എന്തൊക്കെയാ എന്തായാലും ബാക്കി പറയട്ടെ. ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്ന മഹിയുടെ മുന്നിലൂടെ അയാൾ ഇറങ്ങിപ്പോകും. തുടങ്ങിട്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കെന്തെങ്കിലും കുറവുകളുണ്ടായിരുന്നെങ്കിൽ നിനക്കെന്നോട് പറയാം. എനിക്കിവിടെ ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നോട് ക്ഷമിക്കണം. തുടരു തന്നെ നീ. മയ്യേട്ട, എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്ക്. ഞാൻ ഇങ്ങനെയുള്ളവർക്കൊക്കെ പറയാൻ കുറേ കാരണങ്ങളും ന്യായീകരണമൊക്കെ ഉണ്ടാവും. എനിക്ക് കേൾക്കണ്ട.
എനിക്ക് എന്നോട് തന്നെ ഉറപ്പ് തോന്നുക. നീ കൊല്ലവന് ഉപ്പ് നോക്കാൻ പോകുമ്പോഴേ ഞങ്ങൾക്ക് സമൂഹം തരുന്നൊരു പേരുണ്ട്. എന്താണെന്നറിയോ? ഷണ്ട്, കഴിവ് കിട്ടവൻ എന്നൊക്കെ. അങ്ങനെ എനിക്ക് ജീവിക്കാൻ മനസ്സിലെങ്കിലോ. മഹിയേട്ടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എൻ്റെ മനസാക്ഷിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നുകിൽ നിനക്ക് ജീവിക്കാം, ഞാനും മോളും ജീവനോട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിനക്ക് തീരുമാനിക്കാം. മഹിയേട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? മോള് സ്കൂൾ വിട്ട് വരാൻ ഇനിയും സമയമുണ്ട്. നിനക്കൊരു തീരുമാനം എടുക്കാം. മഹിയേട്ടാ, ഒരു വട്ടം എന്നോട് പുറത്തൂടെ? നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. I have been such a fool to make me lose you. Here I am standing at the edge of my life. I have lost my life, it's all my doing. I have been such a fool to make me lose you. Here I am standing at the edge of my life, thinking of all those beautiful moments of us. Why had I made myself such a loser? Oh love, I don't deserve to live causing you pain. I don't wanna suffer this humiliation, it's killing me. I feel so much for you, even in this moment. I can't live with the hate you have towards me. I'm cutting my soul away from me forever. Goodbye, my love, goodbye forever.
മോള് മമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? യെസ് പപ്പ. പപ്പ എന്നും അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അനുഭവിച്ച വേദനയൊക്കെ നിന്നെ അറിയിച്ചിട്ട് കൊല്ലുമുതലുള്ള വാശി ഉണ്ടാകുന്നത് എനിക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? പെട്ടെന്ന് എൻ്റെ ജീവിതത്തിനകത്ത് നടന്ന പോലൊരു ഫീലിംഗ്. ആരും ചതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, അതുപോലെ ഞാനും. ഇത്തരം ബന്ധങ്ങളെ ഉപ്പിനെ പോലെ അത് കഴിച്ച് രുചിയറിഞ്ഞാൽ അത് തേടി പോയിക്കൊണ്ടേയിരിക്കും. ബട്ട് മഹി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. എനിക്ക് പോയിട്ട് കുറച്ച് അർജുനുണ്ടായിരുന്നു. നമുക്ക് പോയാലോ? ഈ കോൺഫിഡൻസും ഓവർ കോൺഫിഡൻസും ഉണ്ട്. ഈ കോൺഫിഡൻസ് ഞാൻ എൻ്റെ ഭാര്യയെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഓവർ കോൺഫിഡൻസ് ഇത്രയും നൂതനമായ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യയുടെ വാട്സപ്പ് പോലും നോക്കില്ല എന്ന് നീ കരുതിയതാണ്. താൻ എന്തൊക്കെ ഈ പറയുന്നത്? എൻ്റെ ഭാര്യയുടെ അല്ല, തൻ്റെ കാമുകിയുടെ, തൻ്റെയും ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു. ദോഷം പറയൂതല്ലോ. നൈസ്. Joy, I can explain. I'm sorry. കണ്ടതിൽ കൂടുതലോ? ദിവ്യ അറിഞ്ഞ പ്ലീസ്. ഇല്ല, ആരും അറിയില്ല. ആ പറഞ്ഞ കഥയിലെ പോലെ എന്റെ ഭാര്യ എന്നെ ഓർത്ത് നീറി നീറി മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവളത് ചെയ്തില്ല. ജോയ്, സോ I just killed her. Joy.